അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ സ്വഹിബൽ വഖതി അഖ്തുബു ബിക്കും നിയാബതൻ അൻകും വഅളഉ ജബഹതി തഹ്ത ഖദമൈക്കും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഹാബിയായ അനസ് മൗലവി സുന്നത്ത് ജമാഅത്തിനെ വെല്ലുവിളിച്ച് കുടുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയുന്നതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് നിരക്കാത്ത നിരവധി പുത്തൻ വാദങ്ങൾ പേറുന്ന ഒരു വ്യക്തിയാണ് അനസ്. വഹാബിസം എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ അഹ്ലുസുന്ന വൽ ജമാഅ കേരളത്തിലുണ്ട്. എന്നാൽ അതിനുശേഷം 1920കളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാക്കാൻ കടന്നുവന്ന ഛിദ്രശക്തികളാണ് വഹാബിസം എന്ന് പറയുന്നത്. ആ വഹാബിസത്തിന് ഒരുപാട് പുത്തൻവാദങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിന് എതിരായി അവർ പറയുകയും പ്രചരിപ്പിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത ധാരാളം പുത്തൻവാദങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നുപോലും നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് അനസിന് ധൈര്യമില്ല. പിന്നെ അനസിനാണെങ്കിൽ നിലനിൽപ്പിൻ്റെ ഒരു ഭീഷണിയും നേരിടുന്നുണ്ട്. ഇപ്പോൾ വഹാബിസം വിശുദ്ധ ഖുർആനിനെതിരെ, ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കെതിരെ അവർ പുതുതായിട്ടിങ്ങനെ തോന്നിയതുപോലെ തൗഹീദ് ഉണ്ടാക്കിയപ്പോൾ ആ തൗഹീദിൻ്റെ പേരിൽ അവർ ഭിന്നിച്ചു കഷ്ണങ്ങളായി. ഓരോരുത്തരും പരസ്പരം മുശ്രിക്കാണ്. അങ്ങനെ ഈ ഭിന്നിപ്പിൻ്റെ ഇടയിൽ അനസും കേന്നമും കേവലം അസ്ഥികൂടങ്ങൾ മാത്രമായി അവശേഷിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ നിലനിൽപ്പ് ഒന്ന് അറിയിക്കേണ്ട ബാധ്യത അനസിനുണ്ട്. അതിനുവേണ്ടി വെല്ലുവിളി നടത്തിയതാണ്. അതിനുവേണ്ടി അവർ സഖ്യകക്ഷിയായ കുരുവട്ടൂരികളുമായിട്ട് ചേർന്ന് സംസാരിച്ചപ്പോൾ കുരുവട്ടൂരിയൻ മൗലവി നൗഷാദ് മൗലവി പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്തേക്ക്, നിങ്ങൾ സംവാദത്തിന് പോകുകയാണെങ്കിൽ വാദം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അനസ് പറഞ്ഞിട്ടുണ്ടാകും, സുന്നികളുമായി സുന്നത്ത് ജമാഅത്തുമായിട്ട് സംവാദത്തിന് പോകാനുള്ള കെൽപ്പവും ത്രാണിയൊന്നും ഞങ്ങൾക്കില്ലല്ലോ, അതിനുള്ള പ്രാമാണികമായ പിൻബലവും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, അപ്പോൾ എന്തു ചെയ്യും എന്ന് ഉപദേശം തേടി വന്നതാകാം അനസ്. അപ്പോൾ നൗഷാദ് മൗലവി പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ഒന്നാമത്തെ വാദം മുദബ്ബിറുൽ ആലം വെക്കുക. ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് കൊടുത്തതാണ് നൗഷാദ്. അതുമായി കടന്നു വന്നു, അനസ്പ്പെട്ടു. അപ്പോൾ നൗഷാദിൻ്റെ പ്ലാൻ എന്തായിരുന്നു? നൗഷാദിൻ്റെയും അനസിൻ്റെയും പദ്ധതി എന്ന് പറയുന്നത് മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. അത് നൗഷാദിന് അറിയാം നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നൗഷാദ് പറഞ്ഞു കൊടുത്തു, മുദബ്ബിറുൽ ആലമാണ് ഒരു വലിയ എന്ന് നിങ്ങൾ വാദിക്കുക, ആ വാദം ഞങ്ങൾക്കുണ്ട് എന്ന് ആരോപണം നടത്തുക. ആ വാദം ഞങ്ങൾ ഏറ്റെടുത്താൽ, നൗഷാദ് പറയുന്നു, ഈ 1064 ഗണ്ണനം കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇതുവരെ കിതാബ് ഉദ്ധരിച്ച് ഒരുപാട് കളവുകൾ പറഞ്ഞു, തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ വാളക്കുളം വന്നതോടുകൂടെ ആ തെറ്റിദ്ധരിപ്പുകളൊക്കെ നിഷ്പ്രമമായി പോയി. പിന്നെ അതെല്ലാം അദ്ദേഹം അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു, ഞാനിപ്പോൾ കുടുങ്ങിയ ഒരു മൂലയിലായിരിക്കുകയാണ്. അതുകൊണ്ട് ആ വാദം അദ്ദേഹം ഏറ്റെടുത്താൽ ഞങ്ങൾക്കൊരു പുതുജീവൻ കിട്ടും. കാരണം വാളക്കുളം നിലപാട് മാറ്റി, തൗഹീദിൽ മാറ്റം വന്നു എന്നൊക്കെ ഞങ്ങൾക്ക് പറയാലോ. മാത്രമല്ല, നിങ്ങൾക്കാണെങ്കിൽ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി ഷർഹുൽ മഖാസിദും തഫ്സീറുൽ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ഗണ്ണിക്കുകയും ചെയ്യാം. ഇനി അതിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞാലോ, അതിനെ അദ്ദേഹം ഏറ്റെടുത്തില്ല എങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാം, എന്ത്, ദാ വാളക്കുളവും സുന്നികളുമൊക്കെ ഞങ്ങളെ സലഫി വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആഘോഷിക്കാം. അത് ഞങ്ങളും ആഘോഷിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പുറമെ നേരത്തെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുറേ ക്ലിപ്പുകളുണ്ട്, അതും തരാം, അത് ഉപയോഗിച്ചുകൊണ്ടൊരു തെറ്റിദ്ധരിപ്പിക്കലും നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതാണ്. ആ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അനസിൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പറയുന്നതിനെ ശാക്തീകരിക്കാൻ കൊണ്ടുവരുന്നത് ആരെയാണ്? നൗഷാദിനെയാണ്. ഈ നൗഷാദും ഈ അനസും നമ്മൾക്ക് ഒരുപോലെയാണ്. രണ്ടും പുത്തൻവാദികളാണ്, രണ്ടിനെയും ഞങ്ങൾ ഗണ്ണിക്കുന്നതാണ്.
അപ്പം നമ്മൾക്കെതിരെ ശാക്തീകരണത്തിന് വേണ്ടി അനസ് നൗഷാദിനെ കൊണ്ടുവരുന്നു, നൗഷാദ് അനസിനെയും കൊണ്ടുവരുന്നു. പരസ്പരം ഒന്നെന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ രണ്ടും രണ്ട് സ്റ്റേജിൽ ഇരിക്കേണ്ട ആളുകളല്ല, ഒറ്റ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെതിരെ പറയേണ്ടവരാണ് നിങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൗഷാദിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അനസ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പരാജയം നമ്മുടെ മുമ്പിൽ ഒരു വാദം പോലും പറയാൻ കഴിയാതെ നമുക്കില്ലാത്ത വാദം പറയേണ്ടി വന്ന അനസ് എന്നല്ല, നമ്മൾ അനസിൻ്റെ തൗഹീദിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ ധൈര്യമില്ലാത്ത അനസ്, ആ അനസ് നൗഷാദിനെയും കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ അനസ് മൗലവി പറയാ, ഓ ഞങ്ങൾ വിഷയം ചോദിച്ചപ്പോഴേക്ക് തന്നെ പകുതി റെഡി ആയിട്ടുണ്ട്. കാരണം മുദബ്ബിറുൽ ആലമിൽ തർക്കമില്ല എന്നാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്. ഒരു വാദപ്രതിവാദത്തിൽ നിങ്ങൾ വന്നാൽ ബാക്കിയും കൂടി ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പൊ എന്തായി? നമ്മളിങ്ങളും സമായി, പൂർണ്ണമായിട്ട് സമായി. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചേർന്ന് നമുക്ക് അഹ്സനിയുമായി വാദപ്രതിവാദം നടത്താം. ഇത് ഞങ്ങൾ തരുന്ന ഓഫറാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നിങ്ങൾ പറയുന്നു മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിൽ കുരുവട്ടൂരികളായ നൗഷാദ് ഹസനി അടക്കമുള്ള ആളുകൾ അപ്പൊ നൗഷാദ് പറഞ്ഞു കൊടുത്ത ആ വാദാണ്, അതാണ് ഇപ്പൊ അനസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അനസിനോട് എന്ത് പറയാൻ പറഞ്ഞു? ഇപ്പൊ നൗഷാദ് പറഞ്ഞല്ലോ, പൂർണ്ണമായും നമ്മൾ ആ സലഫികളുടെ ആശയത്തിലേക്ക് വന്നു എന്ന്. കണ്ടോ? അത് നൗഷാദ് പറഞ്ഞു കൊടുത്തു. അനസ് അങ്ങനെ തന്നെ പറയാണ്. മുദബ്ബിറുൽ ആലമുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് എന്താണ് എന്നത് വളരെ വ്യക്തമായി നമ്മുടെ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി പണ്ഡിത സമ്മേളനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ അതിൻ്റെ രേഖയിൽ അതുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ച് നൗഷാദിനെ നമ്മൾ മൂലക്കൽ ഇരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ നൗഷാദ് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഇത് നമ്മൾ അംഗീകരിച്ചില്ല എങ്കിൽ മുദബ്ബിറുൽ ആലമാണ് ഒരു വലിയ എന്നത് നമ്മുടെ വാദമല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പം നമ്മൾ ആരെപ്പോലെയായി? വഹാബികളുടെ അതേ വാദമായി, വഹാബികളെ പോലെയായി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മുടെ വഹാബികളുടെ വാദമായി പോയി. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ, അതായിരുന്നു. പക്ഷേ രണ്ട് പുത്തൻവാദികളും കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒറ്റ മറുപടി മതി. ഒരൊറ്റ മറുപടി തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മറുപടിയാണ്. ഞങ്ങളുടെ നിലപാട് അനസ് പ്രതിനിധീകരിക്കുന്ന വഹാബികളുടെ നിലപാടിനും വിരുദ്ധമാണ്. നൗഷാദ് പ്രതിനിധീകരിക്കുന്ന കുരുവട്ടൂർ വ്യാജ ത്വരീഖത്തിൻ്റെ പുത്തൻവാദത്തിനും വിരുദ്ധമാണ്. ഞങ്ങളുടേത് സുന്നത്ത് ജമാഅത്തിൻ്റെ നിലപാടാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും നിലപാടല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ നിലപാട്. മനസ്സിലായി? ഞാനത് വിശദമായിട്ട് പറയാം. അനസ് പറയുന്നത് ഒരു മഹാനും ഒരു തദ്ബീറുമില്ല എന്നാണ്. മുദബ്ബിറുൻ ഫിൽ ആലമുകളായ മഹാന്മാരില്ല. അതാണ് ഇസ്തിആസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്തിആസ ശിർക്കാണെന്ന് അനസ് പറയുന്നത്. മുദബ്ബിറുൻ ഫിൽ ആലമുകളായ മഹാന്മാരുണ്ട്, അവർ നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് ചെയ്യുന്നതാണ് ഇസ്തിആസ, അത് അനുവദനീയമാണ് എന്ന് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അത് ശിർക്കാണെന്ന് പറയുന്നു ആര്? അനസ്. അപ്പോൾ തദ്ബീറിനെ പൂർണ്ണമായും തള്ളുന്നവരാണ് വഹാബികൾ. എന്നാൽ കുരുവട്ടൂരികള് അവരെ മഹാന്മാരുടെ തദ്ബീർ, മഹാന്മാരെ മഹത്വവൽക്കരിക്കുന്നു എന്ന പേരിൽ അവരെ നിസ്സാരപ്പെടുത്തുകയും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട 4 സിഫത്തുകൾ, ഒന്ന് തദ്ബീറുൽ ആലം, ഖൽഖുൽ അജ്സാം, ഖദീമായ സിഫത്തുകൾ, അതുപോലെ തന്നെ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത്. ഇത് 4ഉം അള്ളാഹുവിന് മാത്രം ഖാസ്വായ സിഫത്താണ്. അത് മറ്റൊരു സൃഷ്ടിക്ക് കൊടുക്കുക എന്നുള്ളത് മുഹാലായ കാര്യമാണ്. അപ്പം നൗഷാദ് പറയാണ്, മുദബ്ബിറുൽ ആലം എന്നത് ഒരു മഹാനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അള്ളാഹു താല കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുക എന്നുള്ളത് മുഹാലാണ്, അഖലൽ മുഹാലാണെന്ന് നൗഷാദിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? മുഹാലായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഖുദറത്തുമായി ബന്ധിക്കോ മൗലവി? അതൊക്കെ എത്ര തവണ നമ്മൾ പഠിപ്പിച്ചതാണ്. പക്ഷേ നൗഷാദിന് തിരിയുന്നില്ല. പറഞ്ഞു കൊടുത്താരെങ്കിലും തിരിയണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണ്ടേ? അതില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ. നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജഹിലു മുറക്കബാണ്. ജാഹിലാവുക എന്നുള്ളത് ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റൂല. പക്ഷേ വസ്തുതക്ക് നേരെ വിപരീതം വിശ്വസിക്കുമ്പോൾ ജഹിലു മുറക്കബായി. ആ ജഹിലു മുറക്കബാണ് നൗഷാദ്. ആ നൗഷാദിൻ്റെ ഉപദേശം കേട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ അനസ് ഇതിലും വലിയ പടലാണ് പെടുക. അപ്പം അതുകൊണ്ട് മൗലവി ആ നൗഷാദിൻ്റെ ന്യായവുമായി കടന്നു വന്നതാണ് അനസ് മൗലവി. നമ്മളിത് അംഗീകരിക്കുന്നില്ല, അഥവാ ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ
നമ്മുടെ വാദവും വഹാബികളുടെ വാദവും തമ്മിൽ ഒന്നായി. ഒരിക്കലും ഒന്നായിട്ടില്ല, ഒരിക്കലും ഒന്നായിട്ടില്ല. നിങ്ങൾ രണ്ട് പുത്തൻവാദികളുടെയും വാദം സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വാദമാണ്. അപ്പോൾ അതുകൊണ്ട് അനസ് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ പറയുന്നത് നൗഷാദിന് വക്കാലത്ത് പിടിക്കാനാണ് അനസ് ശ്രമിക്കുന്നത്, അനസിന് വക്കാലത്ത് പിടിക്കാനാണ് നൗഷാദും ശ്രമിക്കുന്നത്. ഇപ്പം ഈ സംവാദം കൊണ്ടും ഈ ചർച്ചകളെ കൊണ്ടും ഉണ്ടായത് എന്താണെന്നറിയോ? ഇത് നൗഷാദും കുരുവട്ടൂരികളും തമ്മിൽ ഒന്നെന്നെയാണ് എന്ന് മറനീക്കി പുറത്ത് വരാനും അത് ജനങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാനും ഇത് ഉപകരിച്ചു. അപ്പോൾ അനസ് നൗഷാദിന് വക്കാലത്ത് പിടിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നൗഷാദുമായിട്ട് ഇതുവരെ ഒരു സംവാദം നടത്തിയില്ല ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രം എന്നാണ് ഞങ്ങളുടെ വാദം എന്ന് പറയുന്ന നിങ്ങൾ ഇതുവരെ നൗഷാദ് ഹസനിയുമായി ഒരു വാദപ്രതിവാദം നടത്താൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ വിശദീകരിച്ചു കൊടുത്തു, നമ്മുടെ വാദം മുദബ്ബിറുൽ ആലം അള്ളാഹ് മാത്രമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതാണ് നമ്മുടെ നിലപാട്. ഖുർആന്റെ തദ്ബീറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് മുദബ്ബിറുൻ ഫിൽ ആലമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അനസിനത് മനസ്സിലായി. അനസിന് പിന്നെ മറുപടി ഇല്ലാതെയായി വന്നു. അപ്പോൾ പിന്നെ അനസ് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ മുദബ്ബിറുൽ ആലമാണ് ഔലിയാക്കൾ, ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെയൊക്കെയും മുദബ്ബിറാണ് സിയം വലിയുല്ലാഹി എന്ന് മഹാനായ സിയം വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കപ്പെടാനും അവിടത്തെ നിന്ദിക്കപ്പെടാനും അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളായ ഈ കുരുവട്ടൂരികൾ കൊണ്ടുവന്ന ഈ പുത്തൻ വാദത്തെ നമ്മൾ നഖശികാന്തം എതിർത്ത് അതിനെ പ്രാമാണികമായി പരാജയപ്പെടുത്തി. അപ്പോൾ അനസ് ചോദിക്കണം, അങ്ങനെ നിങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നൗഷാദുമായിട്ടൊരു സംവാദത്തിന് പോകുന്നില്ല? ആരോടാ മൗലവി സംവാദത്തിന് പോകേണ്ടത്? നൗഷാദിനോടോ? അയാൾ 2013 വരെ പറഞ്ഞതും വിശ്വസിച്ചതും എഴുതിയതും പ്രസംഗിച്ചതൊക്കെ തിരുത്തി, അതൊക്കെ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഈ കുരുവട്ടൂരിസത്തിലേക്ക് പോയി 13 മുതൽ 20 വരെയുള്ളത് പിന്നെയും തിരുത്തി. ഇനി ആകെ അവശേഷിക്കുന്നത് 2024 വരെയുള്ള ഈ 4 കൊല്ലത്തേതാണ്. ആ 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു കൊല്ലമായി ഇദ്ദേഹത്തെ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രാമാണികമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എത്ര തിരുത്തി മൗലവി? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞു അന റസൂലുള്ളാ എന്ന് ആര് വന്ന് പറഞ്ഞാലും അത് റസൂലാണെന്ന് അംഗീകരിക്കണം, പിന്നെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മളതിനെ പ്രാമാണികമായി കിതാബ് വെച്ച് കൈകാര്യം ചെയ്തപ്പോൾ പിന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് വേണം? നമുക്ക് ബോധ്യപ്പെടും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് രണ്ടും പിടിക്കാൻ തുടങ്ങി, അത് രണ്ടും കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ നൗഷാദ് വേഗം കളം മാറി. അതാണ് കഴിഞ്ഞ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ ഒരാൾ ചോദിച്ചു, നൗഷാദിൻ്റെ രൂപമാണ് കാണുന്നത്, എനിക്കൊരു ബോധ്യവും വരുന്നില്ല, റസൂലാണെന്നുള്ളൊരു ബോധ്യം വരുന്നില്ല, പക്ഷേ റസൂലാണെന്ന് പറയുന്നുണ്ട് ആ രൂപം, ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബോധ്യപ്പെടലൊക്കെ അപ്പോൾ പോയി. അപ്പം നമ്മൾ വീണ്ടും അത് പൊക്കിപ്പോന്നു. അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത പ്രസംഗത്തിൽ തന്നെ പറയുന്നു, അങ്ങനെ ആരാടോ പറഞ്ഞത്? ഒറ്റത്തള്ളര് അല്ലേ? പിന്നെ പറയുന്നു അൾജീരിയയിൽ നിന്നൊരു കിതാബ് വരാനുണ്ട്, ആ കിതാബ് ഇന്ന് വരെ എത്തിയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഷെയർ മുബാറക്കിന് നിയല് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു നൗഷാദ്. പിന്നെ പറഞ്ഞു അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ അടിക്കടി നമ്മുടെ ഗണ്ണനം കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് മാറുക, പിന്നെ ഇങ്ങോട്ട് മാറുക, അങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് മാറുക, അങ്ങനെ ഒരു നിലപാടിൻ്റെ സ്ഥിരതയില്ലാത്ത മൗലവി. അപ്പം നമ്മൾ ചോദിക്കുന്നു, എന്താ ചങ്ങായി ഇങ്ങനെ നിലപാട് മാറുന്നു? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. സ്വപ്നം റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുമ്പോൾ അന്ന റസൂലുള്ള എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? അതിൽ ബോധ്യപ്പെടൽ വേണോ? അല്ല, ബോധ്യപ്പെടൽ വേണ്ടേ? ഇത് ഏതാണ് എൻ്റെ യഥാർത്ഥ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആണ്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഉന്നത ഹലറത്ത് നിന്ന് വിവരം കിട്ടിയിട്ടാണ് മാറുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ആ ഉന്നത ഹലറത്തുണ്ടല്ലോ, ആ ഉന്നത ഹലറത്ത് നിന്ന് വിവരം കിട്ടിയിട്ടല്ലേ നൗഷാദ് ഇങ്ങനെ മാറുന്നത്. അപ്പം ഈ നൗഷാദിനോട് സംവാദം നടത്തിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ആ ഉന്നത ഹലറത്ത് നേരിട്ട് വരട്ടെ, കോമാട്ടുചാലിൽ അബ്ദുള്ളയാകുന്ന ആ ഉന്നത ഹലറത്ത് നേരിട്ട് വരട്ടെ, സംവാദം നടത്താലോ നമുക്ക്. എന്നാൽ പിന്നെ ആ ഉന്നത ഹലറത്ത് നിന്ന് വിവരം കിട്ടിയിട്ട് തിരുത്താൻ പോകണ്ടല്ലോ. കാരണം നൗഷാദിന് ഒരു ധൈര്യമുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ സംവാദത്തിന് വന്ന് തോൽക്കുന്നു ഉറപ്പാണ് അയാൾക്ക്, പ്രമാണത്തിൻ്റെ ഒരു പിൻവരുമില്ലല്ലോ. അപ്പോൾ തോൽക്കാമെന്ന് കണ്ടാൽ ഉടനെ അങ്ങ് മാറ്റുക, ഞങ്ങൾ ഉന്നത ഹലറത്തിന് വിവരം കിട്ടി, ഇതുവരെയുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തിനാണ് ആ സമയം കൊല്ലാൻ നമ്മൾ പോകുന്ന ആവശ്യം? അതുകൊണ്ട് ആ ഉന്നത ഹലറത്ത് വരട്ടെ. അതുകൊണ്ട് അനസേ ഇനി നൗഷാദിനോട് പറഞ്ഞേക്ക് ഉന്നത ഹലറത്തിനെ ഞങ്ങളുടെ അടുത്തേക്ക് വിടാൻ പറയും സംവാദം നടത്താൻ. മനസ്സിലായത്? നൗഷാദിനോട് എന്തുകൊണ്ട് സംവാദം നടത്തുന്നില്ല? എന്തിനാ മൗലവി ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരികൾ മനസ്സിലാക്കണം, രണ്ടും ഒരേ കക്ഷികളാണ്. എന്നിട്ട് മൗലവിയുടെ നാടകം മുദബ്ബിറുൽ ആലവുമായി ബന്ധപ്പെട്ട് മൗലവി നാടകം കളിക്കുകയാണ്. നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ തലയിൽ വെച്ച് കെട്ടുക. എത്ര വ്യക്തമാണ്! ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ വഹാബികളുടെ ആശയപാപ്പരിത്വത്തിൻ്റെ വിഷയത്തിൽ? നമുക്കൊരിക്കലും ഇല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ആണയിട്ട് പറയുന്നു, അത് ഞങ്ങളുടെ വാദമല്ല.
എങ്കിൽ ആ വാദം ഞങ്ങളുടേതല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും പിന്നെയും അതിൽ തന്നെ നിങ്ങൾ സംവാദത്തിന് വരണം എന്ന് പറയുന്നത് എത്രമാത്രം വലിയ ഭീരുത്വമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ തൗഹീദ് പ്രകാരം ഉള്ള ചർച്ചക്കുണ്ടോന്ന്. ആ തൗഹീദ് ഞങ്ങളുടേതല്ല എന്ന് പറയാൻ മൗലവിക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ക്ലോസായി. അങ്ങനെ ഒരു തൗഹീദ് ഞങ്ങൾക്കില്ല എന്ന് മൗലവി പറയട്ടെ, എന്നാൽ പിന്നെ നമ്മളുടെ ചർച്ച ക്ലോസായി. തർക്കമുള്ള വിഷയത്തിൽ തന്നെ ഇഷ്ടം പോലെ സംസാരിക്കാൻ ഇവിടെ ഉണ്ടായിരിക്കെ തർക്കമില്ലാത്ത വിഷയത്തിൽ പുതിയ തർക്കം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സംവാദത്തിന് വരണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായാണ് മൗലവി? മൗലവിൻ്റെ നാടകം കേൾക്കുക. നിങ്ങളിപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രം. എങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സംവദിക്കാം, റെഡിയാണ്. നൗഷാദ് ഹസനിയുടെ മുന്നിൽ പോയി സംവദിക്കാം. നിങ്ങൾക്കും ആ വാദാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് വാ, ഇതാ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് റെഡിയുണ്ടോ? അതിന് കണ്ടോ? അപ്പോൾ ഇതേ മൗലവിക്ക് ആവർത്തനം തന്നെയാണുള്ളത്. ഈ ഒരു മഹാ അബദ്ധം നൗഷാദ് പറഞ്ഞ് കേട്ട് അങ്ങനെ തന്നെ വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ഛർദ്ദിച്ചു. മൗലവി, നിങ്ങളെ വാദം വേറെയാണ്, നിങ്ങളെ നിലപാട് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടല്ല. നിങ്ങളെ നിലപാടെന്താ? നിങ്ങളുടെ നിലപാട് മഹാന്മാരുടെ തദ്ബീറിനെ പൂർണ്ണമായും നിഷേധിക്കുന്നതാണ് നിങ്ങളുടെ നിലപാട്. മഹാന്മാർക്ക് തദ്ബീർ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്തിആസയെ നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇസ്തിആസ എന്ന വിഷയത്തിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം. കൊപ്പത്ത് മുടങ്ങിപ്പോയ വിഷയം അതല്ലേ? ആ ഇസ്തിആസ എന്ന് പറയുന്ന വിഷയമാണ് മുദബ്ബിറുൻ ഫിൽ ആലം എന്ന് പറയുന്ന വിഷയം. ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന തദ്ബീറുണ്ട്. ആ തദ്ബീർ അനുസരിച്ച് അവർ നമ്മെ സഹായിക്കുന്നു, നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നു. അത് ജീവിതകാലത്തും ഇടപെടുന്നുണ്ട്, വഫാത്തിന് ശേഷവും ഇടപെടുന്നുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതിനെ നിങ്ങൾ നിഷേധിക്കുകയും അത് ശിർക്കും കുഫ്റുമാണെന്ന് പറയുന്നവരുമാണ് നിങ്ങൾ. ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മഹാന്മാർ തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹും ലമ്മാ കാനൂ സാബിഖീന ഇലാ അദാഇ ത്വആതി മുതസാരിഈന ഇലൈഹാ ലഹറത് അമാനതുഹും ഫലിഹാദ സബബി ഫവ്വദല്ലാഹു ഇലൈഹിം തദ്ബീറ ബഅദിൽ ആലം. അല്ലാഹു തആല ആലമിൽപ്പെട്ട നിയന്ത്രണങ്ങൾ മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. ആ നൽകുന്ന അവർക്ക് ലഭിക്കുന്ന ആ തദ്ബീർ കൊണ്ടും സഹായം കൊണ്ടും കഴിവ് കൊണ്ടും അവർ നമ്മെ സഹായിക്കുന്നുണ്ട്. അതാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ആ ഇസ്തിആസ ശിർക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് അല്ലാഹു തആല വകവെച്ചു കൊടുക്കുന്ന തദ്ബീറുകൾ ഉണ്ട്. അത് തദ്ബീറുൻ ഫിൽ ആലമാണ്. അവർ മുദബ്ബിറുൻ ഫിൽ ആലമാണ്. അതിനെ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്. നിങ്ങൾ ഖുർആനിനെ തള്ളുന്നവരാണ്. നിങ്ങൾ പ്രമാണത്തെ തള്ളുന്നവരാണ്. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്നും പുറത്തുപോയ പുത്തൻവാദികളാണ്. നിങ്ങളുടെ വാദവും ഞങ്ങളുടെ വാദവും ഒന്നല്ല. അപ്പോൾ തദ്ബീറിനെ പൂർണ്ണമായും നിഷേധിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്തിഗാസ എന്ന വിഷയം പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അതിൽ മിണ്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല മൗലവി. മനസ്സിലായോ? അപ്പം നിങ്ങൾ തദ്ബീറിനെ പൂർണ്ണമായി തള്ളുന്നു. എന്നാൽ നിങ്ങളെ തൊട്ടടുത്ത സഖ്യകക്ഷികളായ ഈ കുരുവട്ടൂര്യൻ വ്യാജന്മാർ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്നു. അള്ളാഹുവിൻ്റെ മാത്രം സിഫത്തായ മുദബ്ബിറുൽ ആലം എന്ന സിഫത്ത് ഔലിയാക്കൾക്കുണ്ട് എന്ന വാദം പറയുന്നവരാണ് റാഫിദിയാക്കളെ പോലെ. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ? ഈസാ നബിക്ക് ഇല്ലാത്തത്, അവിടുന്ന് ഒരിക്കലും ഇഷ്ടപ്പെടാത്തത്, അത് തന്നെയാണ് ഈ കുരുവട്ടൂരികളും പറയുന്നത്. സിയം വലിയല്ലാഹി തങ്ങൾ മുദബ്ബിറുൻ ഫിൽ ആലമാണ്. അവിടുന്ന് നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മെ സഹായിക്കുന്നുണ്ട്, വഫാത്തിന് ശേഷവും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് മുദബ്ബിറുൻ ഫിൽ ആലമാണ്. എന്നാൽ അതിൻ്റെയും അപ്പുറം അള്ളാഹുവിൻ്റെ മാത്രം ഖാസ്വായ സിഫത്ത് സിയം വലില്ലാഹിൽ ഉണ്ട് എന്ന് പറയുന്ന ഷിർക്കിൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് കുരുവട്ടൂര്യൻ വ്യാജന്മാർ. അപ്പോൾ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ട് കക്ഷികളും തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടി ഞങ്ങളിത് തള്ളിക്കളഞ്ഞു. അപ്പോൾ മൗലവി പറയാണ്, നിങ്ങളും ഞങ്ങളും ഒരുപോലെ ആയില്ലേ? ഒരുപോലെ ആകണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വരണം. മനസ്സിലായോ? ഇങ്ങനെ ഈ ചില ലൊട്ടിലൊടുക്കി വിദ്യകൾ കാണിച്ച് ഞങ്ങളെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല.
മനസ്സിലായല്ലോ? അപ്പം നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കമില്ല എന്ന് ആരാ അവിടെ പറഞ്ഞത്? മൗലവി എന്നിട്ട് പറയാണ് നമ്മളും നിങ്ങളും തർക്കമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഏയ് എങ്ങനെ? ഈ വഹാബികളും നമ്മളും തമ്മിൽ തർക്കമില്ല എന്ന് നമ്മൾ പറഞ്ഞു. തർക്കമുണ്ട്, നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കമുണ്ട്. പക്ഷേ ആ തർക്കമുള്ള വിഷയത്തിലാണ് സംസാരിക്കാൻ വരേണ്ടത്. റെഡി റെഡി എന്ന് പറഞ്ഞു വന്ന സഖാഫിയുടെ നിലവിലെ അവസ്ഥ, നിലവിൽ അദ്ദേഹം പരിതാപകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുന്ന വാചകങ്ങൾ എന്തൊക്കെയാണ്? എന്ത് നിലനിൽപ്പുണ്ടതിന്? അദ്ദേഹം ആദ്യം പറഞ്ഞു നമ്മൾ തമ്മിൽ തർക്കമില്ല, നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമല്ല അത് എന്ന് ആദ്യം പറയാണ്. എന്നു മാത്രമല്ല, ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പിന്നെ പറയാണ്. വാദമില്ലാത്തത് ഞങ്ങൾ എന്തിനാണ് വാദപ്രതിവാദം നടത്തേണ്ടതെന്ന് പറയാണ്. പച്ചക്കളവാ മൗലവി പറഞ്ഞത്, പച്ചക്കളവാണ് പറഞ്ഞത്. ഈ തദ്ബീറിന്റെ വിഷയത്തിൽ വഹാബികൾക്കും സുന്നത്ത് ജമാഅത്തിനും ഇടയിൽ തർക്കമില്ല എന്ന് ആരാ പറഞ്ഞത്? പച്ചക്കളവ് പറയാം. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല, മുദബ്ബിറുൽ ആലമാണ് ഒരു വലിയ എന്ന് പറയുന്ന വാദം, അത് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വാദം മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്, ഔലിയാക്കളൊക്കെ മുദബ്ബിറുൻ ഫിൽ ആലമാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഇതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ തദ്ബീറിന്റെ വിഷയത്തിൽ വഹാബികൾക്കും സുന്നത്ത് ജമാഅത്തിനും ഇടയിൽ തർക്കമില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പേരിൽ പച്ചക്കളവ് പറയാണ്. അപ്പോൾ മൗലവി തർക്കമുണ്ട്, നിങ്ങൾ പറയുന്ന പുത്തൻ വാദം അത് ഖുർആനിനെതിരാണ്, ഇസ്ലാമിൻ്റെ മറ്റു പ്രമാണങ്ങൾക്കെതിരാണ്, ഇമാമുകൾ പഠിപ്പിച്ചതിനെതിരാണ്. തർക്കമുണ്ട് അവിടെ. നിങ്ങൾ തദ്ബീറിനെ പൂർണ്ണമായും നിഷേധിക്കുന്ന, ഇസ്തിആസയെ നിഷേധിക്കുന്ന പുത്തൻവാദികളാണ് വഹാബികൾ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പുത്തൻവാദികളാണ് വഹാബികൾ. ഇസ്ലാമിനെ നിരീശ്വരവാദികൾക്കും അതുപോലെ നിർമ്മലവാദികൾക്കും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അള്ളാഹുവിൽ കയ്യും കാലും മറ്റു അവയവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ വികൃതമാക്കിയ പുത്തൻവാദികളാണ് നിങ്ങൾ. നിങ്ങളുമായിട്ട് ഞങ്ങൾക്കൊരു ഐക്യവുമില്ല. നിങ്ങളുടെ തർക്കവും നിങ്ങളുടെ വാദവും ഞങ്ങളുടെ വാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ വാദം ഖുർആൻ പറയുന്ന വാദമാണ്, ഞങ്ങളുടെ വാദം ഹദീസ് പഠിപ്പിക്കുന്ന വാദമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വാദമാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച വാദമാണ്, ലോക മുസ്ലിമീങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ച് വരുന്ന വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ മഹാന്മാർക്കൊന്നും തദ്ബീറില്ല എന്ന് പറയുന്നത് ഖുർആന്റെ വിരുദ്ധമാണ്, ഇസ്തിആസ ശിർക്കാണെന്ന് പറയുന്നത് ഖുർആന്റെ വിരുദ്ധമാണ്. അതാ നിങ്ങളെ വാദം. അതെങ്ങനെ ഞങ്ങളെ വാദമാകും? അപ്പോൾ നിങ്ങളും ഞങ്ങളും തമ്മിൽ തർക്കമുണ്ട്. ആ തർക്കത്തിലുള്ള വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാൻ, അതാണ് ഞാൻ നേരത്തെ ആദ്യം വിളിച്ചത് മുദബ്ബിറുൻ ഫിൽ ആലം എന്ന വിഷയത്തിൽ നിങ്ങൾ ചർച്ചക്കുണ്ടോ, അതാണ് ഇസ്തിആസ എന്ന വിഷയത്തിൽ ചർച്ചക്കുണ്ടോ എന്ന് വിളിച്ചത്. അതിൽ മൗലവി തയ്യാറായില്ലല്ലോ. അപ്പോൾ തർക്കമില്ല എന്ന് ഞാൻ പറഞ്ഞു, പച്ചക്കള്ളം പറയാണ്. എന്നാൽ ഈ തദ്ബീറിന്റെ വിഷയത്തിൽ കുരുവട്ടൂരികൾ പറയുന്ന വാദമല്ല സുന്നത്ത് ജമാഅത്തിനുള്ളത്. അതിനെ ഞങ്ങൾ അവരുമായുള്ള ഗണനത്തിൽ നന്നായി അവരത് പഠിപ്പിച്ചിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മൗലവി കളവും അതുപോലെ തന്നെ ഉരുണ്ടുമറിയലുമായിട്ട് ഓരോ സമയം ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ഈ വഹാബികൾ ഉയർത്തുന്ന തൗഹീദ് പോലും അവർക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ തൗഹീദ്, ആ തൗഹീദ് പോലും ഞങ്ങളുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാതെ വയർക്കുന്ന മൗലവി, അദ്ദേഹത്തിൻ്റെ ആ ദയനീയതയും ഭയവും നിരാശയും എല്ലാം കൂടി കലർന്ന ഒരു നിർവികാരത നമുക്കവിടെ കാണാൻ കഴിയും. വലിയ പ്രതീക്ഷയിൽ നൗഷാദുമായിട്ടുള്ള സംസാരിച്ച് നമ്മെ നേരിടാൻ വന്നതാണ്. പക്ഷേ അതൊന്നും നടപ്പിലായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ നമ്മുടെ മുമ്പിൽ തോറ്റ് വഷളായി തലകുനിച്ച് നിൽക്കുകയാണ് മൗലവി. അതിൻ്റെ ജാള്യത മൗലവിയുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് മൗലവി ഒരു സത്യം തുറന്നു പറയുന്നുണ്ട്. തൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. പച്ച മലയാളത്തിൽ പറയാണ് നിങ്ങളുമായി ഞങ്ങൾ സംവാദത്തിനില്ല. അതാണ് അതിന്റെ പച്ച മലയാളം. അതെ, അതാണ് അതിൻ്റെ പച്ച മലയാളം. സത്യമാണ്, വളരെ കൃത്യമായ ഒരു സത്യമാണ് ഇപ്പം മൗലവി പറഞ്ഞത്. മൗലവിൻ്റെ മനസ്സ് മുഴുവനും ഈ ഒരു ആശയമാണുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ശേഷിയില്ല, ഞങ്ങൾക്കതിന് കഴിയൂല, അതുകൊണ്ട് ഞങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഈ മൗലവി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതൊന്ന് തുറന്ന് പറഞ്ഞാൽ മതി, അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. നമ്മളുമായിട്ട് സംവാദത്തിന് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ വഹാബികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലെങ്കിലും ഒരു സംവാദത്തിന് തയ്യാറാവണ്ടേ? അതുപോലെ വഹാബികൾ ഏറ്റവും അടിത്തറയായി ഉയർത്തി കാണിക്കുന്ന തൗഹീദ്, അവർ വിശ്വസിക്കുന്ന തൗഹീദ്,
ആ തൗഹീദുമായി സംസാരിക്കാൻ റെഡിയാകണ്ടേ? നമ്മൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവരുടെ തൗഹീദ് പ്രകാരം ഈ അനസ് മൗലവി തൗഹീദിന് പുറത്താണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അതിന് നിന്ന് തരാൻ മൗലവിക്ക് ഭയമാണ്. അതിന് മൗലവി പറയുന്ന നിബന്ധനയുണ്ട്. എന്ത്? അവരുടെ തൗഹീദ് സംസാരിക്കാനുള്ള നിബന്ധന എന്താണ്? ആ നിബന്ധന, നമുക്കില്ലാത്ത ഈ വാദം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മൗലവിൻ്റെ മുമ്പിൽ സംവാദത്തിന് നിന്നു കൊടുക്കണം. എന്നാലേ മൗലവിൻ്റെ തൗഹീദ് സംസാരിക്കാൻ മൗലവി വരുള്ളൂ. നോക്കണം, നിങ്ങൾ നോക്കണം. ഇത് ഈ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള മൗലവിൻ്റെ തന്ത്രല്ലേ? കാരണം നമുക്കില്ലാത്ത ഒരു വാദം നമ്മൾ തലയിൽ ചുമക്കൂല. അത് മൗലവിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിന് നിൽക്കാൻ, ഒരു സംവാദവുമായി മുന്നോട്ട് വരാൻ മൗലവി അതിയായി ഭയപ്പെടുന്നു. മൗലവിയുടെ കാൽമുട്ട് വിറക്കുന്നുണ്ട്. ഞങ്ങൾ സുന്നത്തി ജമാഅത്തിൻ്റെ ചെറിയ പ്രവർത്തകരാണ്. ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനാണ് ഞാൻ. എന്നോട് എൻ്റെ മുമ്പിൽ വന്ന് ഈ മൗലവിമാർ വികസിപ്പിച്ചെടുത്ത തൗഹീദ് പറഞ്ഞ് അത് പ്രാമാണികമായി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇത്ര ഭയപ്പെടുന്നുവെങ്കിൽ KNM-ന്റെ ഏറ്റവും വലിയ ഹോജരാജാവാണ് ഇപ്പോൾ ഈ അനസ്. ഏറ്റവും വലിയ നിലവിലുള്ള ഷെയ്ഖാണ് അനസ്. ആ അനസ് സുന്നത്ത് ജമാഅത്തിൻ്റെ എളിയ പ്രവർത്തകനായ എൻ്റെ മുമ്പിൽ ഇത്ര ഭയപ്പെടുന്നുവെങ്കിൽ ഞങ്ങളെ പണ്ഡിതന്മാരെ കാണുമ്പോഴേക്ക് ഓടൂലേ? നിങ്ങൾ കാണുമ്പോഴേക്ക് ഓടൂലേ? അതുകൊണ്ട് സംവാദത്തിനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. അതിന് നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ സംവാദത്തിന് വരുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ വെല്ലുവിളിച്ചതല്ലേ അണികൾക്ക് മുമ്പിലൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി. അതുപോലെ മറ്റു വഹാബി ഗ്രൂപ്പുകൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് ആദർശം പറയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന ഒരു ധ്വനി ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി വെറുതെ വെല്ലുവിളിച്ചതല്ലേ. ഏറ്റെടുക്കൂല എന്ന് വിചാരിച്ചല്ലേ? ഏറ്റെടുത്തപ്പോൾ നമുക്കില്ലാത്ത വാദങ്ങൾ അങ്ങ് വെച്ചു തന്നു. അത് ആ ഇല്ലാത്ത വാദം വെച്ചുകൊണ്ടുള്ളൊരു സംവാദം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഏത് കക്ഷികളുമായിട്ട് സംവാദത്തിന് പോകുമ്പോൾ അവരുടെ വാദമായിട്ട് നമ്മുടെ വാദമായിട്ട് എഴുതേണ്ടത് നമ്മളല്ലേ? ഒരു വിഷയമല്ലേ വെക്കുന്നത്? അപ്പോൾ തദ്ബീർ എന്നൊരു വിഷയം വെക്കൂ. ആ വിഷയം വെക്കുമ്പോൾ ആ തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതും, നിങ്ങളെ വാദം നിങ്ങൾ എഴുതണം. അങ്ങനെയല്ലേ ഉണ്ടാവല്? അങ്ങനെയല്ലേ സംവാദം ഉണ്ടാകല്? അല്ലാതെ നിങ്ങളെ വാദം ഇതാണ്, ഇത് അംഗീകരിച്ച് നിങ്ങൾ സംവാദത്തിന് വരണം എന്ന് പറയുന്നത് എത്ര വിഡ്ഢിത്താണ്! ഇയാൾ എന്തൊരു വിഡ്ഢിയാണ്! എത്രമാത്രം വലിയ വിഡ്ഢിയാണ് ഇയാൾ! അപ്പോൾ ഒരു വിഷയം വെച്ചുകൊണ്ടുള്ള സംസാരം, തദ്ബീറുൽ ആലമാണ് നമ്മുടെ സംസാരം, നമ്മുടെ വിഷയം. അപ്പോൾ ആ തദ്ബീറുൽ ആലവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വാദം എന്താണ് എന്ന് നമ്മോട് ചോദിക്കുമ്പോൾ, വ്യവസ്ഥയ്ക്കിരിക്കുമ്പോൾ നമ്മൾ എഴുതും, ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം ഇന്നതാണ്, അത് പ്രാമാണികമായി തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ അപ്പുറത്ത് നിങ്ങളെ വാദം എന്താണ് എന്ന് നിങ്ങളും എഴുതണം. ഇങ്ങനെയല്ലേ സംവാദം? ഇത് കേരളത്തിലെ ആദ്യത്തെ സംവാദം. അപ്പോൾ അത് കേരളത്തിലെ ആദ്യത്തെ സംവാദം ഇത് അല്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഇത്രയും സംവാദങ്ങൾ വഹാബികൾ സുന്നികളുമായി നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ നന്നായി പള്ള നിറച്ച് കിട്ടിയിട്ടുമുണ്ട്. കൊട്ടപ്പുറത്തിൻ്റെ കട്ടത്തുളയിൽ നിങ്ങളെ മൗലവിമാരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടമുട്ടം സംവാദ പേരോട് ഉസ്താദും കൊളത്തൂർ ഉസ്താദും നിങ്ങളെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസംഖ്യം സംവാദങ്ങളിൽ നന്നായി വയറ് നിറച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരിചയം വെച്ച് നിങ്ങൾ പറയണ്ടേ, ആദ്യത്തെ സംവാദം ഇത്, ഞങ്ങൾക്ക് ഒരു വാദം കൊണ്ട് വെച്ചു തരാം, അതാണ് നിങ്ങളെ വാദം. മൗലവി ആദ്യം ഒരു വിഷയത്തിലാ സംവാദം, ആ വിഷയത്തിൽ നമ്മുടെ വാദം ഞങ്ങൾ പറയും, നിങ്ങളെ വാദം നിങ്ങൾ പറയണം. മനസ്സിലായല്ലോ? അപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് അവിടുന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട ഒരു വലിയാണ്, തർക്കൊന്നും ആ വിഷയത്തിലില്ല. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഏറെ മഹബത്ത് വെക്കുന്നവരും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളോട് ഇസ്തിആസ ചെയ്ത് ഞങ്ങൾക്ക് പരിഹരിച്ച് ലഭിക്കുന്നവരുമാണ് ഞങ്ങൾ. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാ. എന്നിട്ട് മൗലവി ചോദിക്കട്ടെ, അല്ലേ പറയുന്നത്? അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് മർക്കസിന്റെ സ്ഥലം കാണിച്ചു തന്നത് പോലും CM മടവൂരാണ് എന്നല്ലേ പറയുന്നത്? മരിച്ചതിനു ശേഷവും CM മടവൂർ ഞങ്ങളെ നിയന്ത്രിക്കുന്നു എന്നല്ലേ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം പറയുന്നത്? അതെ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അവിടുന്ന് മുദബ്ബിറുൻ ഫിൽ ആലമാണ്. അല്ലാഹു തആല തദ്ബീർ നൽകിയ ഒരുപാട് മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനാണ് CM വലിയുല്ലാഹി തങ്ങൾ. അവിടുന്ന് ഞങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
അവിടുത്തെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടത്തോട് ഞങ്ങൾ ഇസ്തിആസ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും ഒരു തർക്കമില്ല, അതിലൊന്നും ഒരു തർക്കമില്ല. അതിൽ തർക്കിക്കുന്നവർ നിങ്ങൾ വഹാബികളാണ്. വിശുദ്ധ ഖുർആനിനെതിരെ, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ നിങ്ങൾ വഹാബികളാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ ഈ ആശയത്തെ നിരാകരിക്കുന്ന നിങ്ങൾ ഞങ്ങളോട് പറയാണ് നിങ്ങളും ഞങ്ങളും ഈ വിഷയത്തിൽ ഒന്നാണ്. എങ്ങനെയെന്ന് നിങ്ങളും ഞങ്ങളും ഒന്നാകല്? അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദിൻ്റെ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് ഈ കുരുവട്ടൂരികളും അതുപോലെ തന്നെ മറ്റു പുത്തനാശയക്കാരുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി നമ്മുടെ ഗണ്ണനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗണ്ണനം നിങ്ങൾ കേട്ടിട്ടില്ല. അത് കേട്ടാൽ ഈ വിഷയത്തിൽ നമ്മുടെ മറുപടികളൊക്കെ നേരത്തെ പറഞ്ഞു പോയതാണ്. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്? അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എന്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകൾ ആകുന്നു. എത്ര സ്ഥലത്ത് ഈ വാദ് പറഞ്ഞു? രണ്ട് കാര്യം. ഒന്ന്, ലോകത്തെ നിയന്ത്രിക്കുന്നവർ. ഇതാരാ അവിടെ ആദ്യം പറഞ്ഞ് കേരളത്തിൽ പഠിപ്പിച്ചത്? എന്താ നിങ്ങൾ വാദപ്രതിവാദത്തിൽ കുടുങ്ങിയപ്പോ പറഞ്ഞ് ഇത് കുരുവട്ടൂരികൾ ഉണ്ടാക്കിയ വാദമാണ്, ഞങ്ങൾക്ക് ഈ വാദമായിട്ട് ബന്ധമല്ല എങ്കിൽ അക്കുരുവട്ടൂരികൾ നമ്പർ 1 നിങ്ങളെ കാന്തപുര ഉസ്താദൻ. അപ്പൊ ഒന്നാം തരം കുരുവട്ടൂരി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കണ്ടോ, നൗഷാദ് പറയാ, അത് ഏറ്റു പറയാ അനസ്, അല്ലേ? ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അനസ് ഈ അടുത്ത് എനിക്കെതിരെ നടത്തിയ 2 സംസാരങ്ങളും നോക്ക്. അനസ് അതിൻ്റെ സ്ഥിരീകരണം നടത്തുന്നതാരാ? നൗഷാദ്. നൗഷാദ് പറഞ്ഞതിൻ്റെ സ്ഥിരീകരണം നടത്തലാരാ? അനസ്. ഇത് രണ്ടും ഒന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് പറഞ്ഞത് എന്താണ്? നൗഷാദ് പറഞ്ഞത് കളവാണ്. ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഫൽ മുദബ്ബിറാത്തി അംറ, തദ്ബീർ ചെയ്യുന്ന മഹാന്മാർ ഔലിയാക്കൾ ധാരാളമുണ്ട്. ഇതന്നെയല്ലേ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുദബ്ബിറുൽ ആലം എന്നത് വാഹിദുൻ, അവൻ ഒരുവനാണ്. എന്താണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തിൻ്റെ വിദായ മുതൽ അതിൻ്റെ നിഹായ വരെ ഓരോ സൃഷ്ടികളെയും, മുഴുവൻ സൃഷ്ടികളെയും ആനം ഫആനൻ, ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ആ തദ്ബീർ വേറൊരാൾക്ക് കൊടുക്കുക എന്നത് അഖലിയായ മുഹാലാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാവുക എന്നുള്ള അസംഭവ്യമാണ്. ഇത് ഞാൻ നൗഷാദിനെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ CM വലിയുല്ലാഹി തങ്ങൾ അല്ലാഹു തആല തദ്ബീർ നൽകപ്പെട്ട മുദബ്ബിറുൻ ഫിൽ ആലമുകളായ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ്. ഇതല്ലേ ഉസ്താദ് പറഞ്ഞത്? ഇവിടെ CM വലിയുല്ലാഹി തങ്ങൾ മുദബ്ബിറുൽ ആലമാണ് എന്ന് ഒരു വലിയനെ കുറിച്ച് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് തദ്ബീറുള്ള ധാരാളം മഹത്തുക്കളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ. ഇത് ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ മാത്രം പറയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ രേഖ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത സമ്മേളനം നടന്നപ്പോൾ അവിടെ അന്ന് പുറത്തിറക്കിയ ഞങ്ങളുടെ രേഖയിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും. അപ്പം അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് ഒരു വലിയാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് നിയന്ത്രണമുണ്ട്. അവർ അല്ലാഹു തആല അവർക്ക് നൽകുന്ന നിയന്ത്രണം അത് അനസിൻ്റെ ഭാഷയിൽ ഒരു ഓട്ടോറിക്ഷൻ്റെ നിയന്ത്രണമല്ല. അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ഏത് നിയന്ത്രണവും കൊടുക്കും. ആകാശവും ഭൂമിയും ഒക്കെ കൊടുക്കും. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അവർക്ക് അവൻ ഉദ്ദേശിക്കും പോലെ കൊടുക്കും. പക്ഷേ മുദബ്ബിറുൽ ആലം എന്നത് അല്ലാഹു തആല മാത്രമാണ്.
മുദബ്ബിറുൻ ഫിൽ ആലമുകളായ മഹാന്മാർ ധാരാളമുണ്ട്. ഇതാണ് ഷെയ്ഖുന കാന്തപുര ഉസ്താദ് പറഞ്ഞത്, ഞങ്ങളെ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത്. പക്ഷേ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നൗഷാദ് ചെയ്യുന്നത്. അതേ തെറ്റിദ്ധരിപ്പിക്കൽ ഏറ്റെടുക്കുകയാണ് അനസും ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ക്ലിയർ കട്ട് പിക്ചറുണ്ട്, ഒരു സംശയവുമില്ല. നിങ്ങൾ വഹാബികൾക്കെതിരെ എന്താണ് ഞങ്ങളുടെ നിലപാട് എന്നതും വ്യക്തതയുണ്ട്. കുരുവട്ടൂരിയൻ വ്യാജന്മാരെ പോലുള്ള കള്ളത്തൊരീഖത്തുകാർക്കെതിരെ എവിടെയാണ് ഞങ്ങൾ വേർതിരിയുന്നത് എന്നതിലും വ്യക്തതയുണ്ട്. പക്ഷേ ഇത് രണ്ടും വേർതിരിച്ചറിയാതെ ഞങ്ങളെ മുമ്പിൽ വന്നുപെട്ടു അനസ്. മനസ്സിലായല്ലോ? അപ്പോൾ തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുതിയ വാദം കൊണ്ടുവന്ന് ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് സംവാദം നടത്തിക്കളയാം എന്ന് അനസ് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അനസ് ആ ഉറക്കിൽ നിന്ന് ഉണരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനസ് കരുതിക്കൂട്ടി സംവാദം നടക്കരുത്, ഞങ്ങളെ മുമ്പിൽ സംവാദത്തിന് വന്ന് പെടരുത് എന്ന് ഉറച്ച് ബോധ്യത്തോടെയാണ് അനസ് വന്നിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ആ സംവാദം നടന്നാൽ അനസും ടീമും പാപ്പറായി പോകും. അത് ഉറപ്പിച്ച അനസ് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. അത് ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത് എങ്കിൽ ആ വിഷയം വെച്ചിട്ട് ആ വിഷയത്തിൽ ഞങ്ങളെ വാദം എന്താണ് എന്ന് ഞങ്ങളല്ലേ എഴുതേണ്ടത്. അത് അനസ് എഴുതി തരേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾക്ക്? ഇത് എവിടത്തെ മര്യാദയാണോ അനസേ? കുറച്ചെങ്കിലും മാന്യത വേണ്ടേ? പേരിനെങ്കിലും തൊട്ടുകൂട്ടാനെങ്കിലും ഉളുപ്പ് വേണ്ടേ അനസ്? ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി അനസ് വെച്ചിരുന്നൊരു വാദമുണ്ട്. രണ്ടാമത് അനസ് മുന്നോട്ട് വെച്ചതും നമ്മൾ നിരുപാധികം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. എന്താണത്? വഹാബികളും സുന്നികളും തമ്മിലുള്ള തർക്കത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. അവൻ അനസ് വരട്ടെ, അടുത്ത പ്രസംഗത്തിൽ, കഴിഞ്ഞ പ്രസംഗത്തിൽ അനസ് എന്ന് പറയുന്നു, നിങ്ങൾ ആ വാദം വായിക്കാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളെ എങ്ങനെയാണ് പൂട്ടിയിട്ട് കയ്യും കാലും ആമം വെച്ച് നിങ്ങളുടെ നെഞ്ചകം ആദർശപരമായി തകർക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വാദം വായിക്ക്. എന്താ നിങ്ങൾ വാദം വായിക്കാ? കണ്ടില്ലേ? അനസ് കലിപ്പും കൊണ്ട് തീർക്കുകയാണ്. അനസ് എന്തൊക്കെയോ പ്രതീക്ഷയിലാണ് ഈ വന്നിരുന്നത്. നൗഷാദുമായിട്ട് സംസാരിച്ച് നമ്മളെ മുമ്പിൽ വന്നപ്പോൾ എന്തൊക്കെയോ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞ് ആ കലിപ്പ് തീർക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? കയ്യും കാലും ആമം വെച്ച് നെഞ്ചകം തകർക്കുക. ഇങ്ങനെ ഈ ഭീഷണിയും ഏഷണിയുമാണല്ലോ വഹാബിസം എന്ന് പറയുന്നത്, ഭീകരവാദമാണല്ലോ സലഫിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുറത്തു വരികയാണ്. കയ്യും കാലും ആമം വെച്ച് നെഞ്ച് കുത്തിപ്പിളർത്തി തല പൊട്ടിച്ചിതറി. എവിടെ നിന്നാണോ അനസേ വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? എന്താണത്? വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്ത്? ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയം. ആദ്യം ഷഹർ മുബാറക്കിന് ഒരു മഹത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോടാണ് ഈ ഷഹർ മുബാറക്ക് ഇത് റസൂലുള്ളാഹി തങ്ങൾ വരെ എത്തുന്ന പരമ്പരയുണ്ട്, അതിന് മഹത്വമുണ്ട് എന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ അനസ് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വിഷയം, ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്തല്ല, തബറുക്കുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പറയട്ടെ, മുസ്ലിയാര് ജാലിയാവാലയിൽ നിന്ന്, ഹസ്രജിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ആ മുടിയുടെ ഉടമയാണ് ഞങ്ങളുടെ പ്രവാചകൻ. കാര്യം നിങ്ങൾ പറയുന്നത് പ്രവാചകന്റെ തിരുകേശമെന്നാണ്, പ്രവാചകന്റെ തിരുകേശമെന്നാണ്. ആ മുടിയുടെ ഉടമയാണ് തങ്ങളുടെ പ്രവാചകൻ എന്ന് പ്രഖ്യാപിക്കുക വഴി റസൂലിലുള്ള വിശ്വാസത്തിൽ കുഫ്ർ സംഭവിക്കുന്നതാണ്. മുടിയുടെ ബറക്കത്തും ഫലമത്തും അതിൻ്റെ മഹത്വമൊന്നും അല്ല വാദം. വായിക്ക്. അതെ, നന്നായി വായിച്ചു. ഞങ്ങൾ നന്നായി വായിച്ചിട്ട് തന്നെയാണ് അനസെ താങ്കളോട് പറഞ്ഞിട്ടുള്ളത്. മുടിയുടെ ബറക്കത്തല്ലേ, അപ്പോൾ ബറക്കത്തില്ല എന്ന് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇനി ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയം, ഞങ്ങളുടെ കയ്യിലുള്ള ഷഹർ മുബാറക്ക്, അതിൻ്റെ സനദ് അത് വളരെ കൃത്യമാണ്. ഞങ്ങൾക്കതിലൊരു സംശയവുമില്ല, വിശ്വാസികൾക്കും സംശയമല്ല. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഷഹർ മുബാറക്കും അതിൻ്റെ സനദും അതിൻ്റെ പരമ്പരയും വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല അനസേ. അതിൻ്റെ തബറുക്ക് അല്ലെങ്കിൽ തബറുക്ക് വിട്. ഇനി ഷഹർ മുബാറക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ ലോകത്തുണ്ട് എന്നൊരു വിശ്വാസം മനസ്സിനുണ്ടോ? അല്ലേ? അതുണ്ട്. ലോകത്ത് ഇന്ന് അങ്ങനെ ഒരു തിരുശേഷിപ്പുണ്ട്. പക്ഷേ അതിന് കൃത്യമായ പരമ്പര കണ്ടാൽ ഞങ്ങളത് വിശ്വസിക്കും എന്ന് പറയുന്നവരുടെ മുമ്പിലല്ലേ ആ ചർച്ചയിലേക്ക് പോകേണ്ടതുള്ളൂ.
അനസ് പറയുന്നത് അങ്ങനത്തെ ഒരു സംഗതി, തിരുശേഷിപ്പ് എന്ന് പറയുന്ന സംഗതിയില്ല എന്നല്ലേ നിങ്ങളെ വാദം? നിങ്ങൾ അൽമനാർ 2015 ഏപ്രിൽ ഞാൻ നേരത്തെ വായിച്ചു തന്നിട്ടില്ലേ? അപ്പം കൃത്യമായിട്ട് സ്വന്തം അൽമനാർ ഒന്ന് വായിച്ച് പഠിച്ചുകൂടെ അനസേ? അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാദവുമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമായിരുന്നു. എന്താ അൽമനാർ പറയുന്നത്? തിരുകേശം മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ അധപ്പതനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തിരുകേശമാണെന്നും അത് മുക്കിയ വെള്ളത്തിന് രോഗശമനമോ ശക്തിയോ ബറക്കത്തോ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ മുടിയോ നഖമോ പോലുള്ള ഒരു ബോഡി വേസ്റ്റും അവശേഷിക്കുന്നില്ലെന്നതാണ് വസ്തുത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്ക് അവിടുത്തെ നഖം പോലുള്ളത് ബോഡി വേസ്റ്റ് ആണെന്നാണ് ഈ യുക്തിവാദികളായ വഹാബികൾ പറയുന്നത്. എന്നാൽ അനസ് പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ തിരുശേഷിപ്പും ഇന്ന് ലോകത്തെവിടെയും അവശേഷിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വാദം. നിങ്ങളുടെ അൽമനാർ പറയുന്നത് അത് തിരുത്തിയിട്ടുണ്ടോ ഇല്ലേ? അത് തിരുത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി ഒരു തിരുശേഷിപ്പും ഇല്ല എന്ന് വാദിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് തെളിയിക്കേണ്ട എന്ത് ചർച്ചക്കാടോ പ്രസക്തിയുള്ളത്? കാരണം അങ്ങനത്തെ ഒരു തിരുശേഷിപ്പും ഇല്ല, ലോകത്തെവിടെയും ഇല്ല എന്നല്ലേ നിങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ചർച്ച വരേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ്, അത് മുടിയാകട്ടെ നഖമാകട്ടെ എന്തുമാകട്ടെ, അങ്ങനെ തിരുശേഷിപ്പ് ഉണ്ടോ ഇല്ലേ എന്നതല്ലേ ആദ്യം നടക്കേണ്ട ചർച്ച. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമ്മൾ നിങ്ങളോട് ഉന്നയിക്കാൻ വെച്ച വാദങ്ങളിൽപ്പെട്ടതാണ്, അതൊക്കെ വിഷയങ്ങളിൽപ്പെട്ടതാണ്. അതൊക്കെ ഓരോ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട. ആദ്യം ഞങ്ങൾ ഉന്നയിച്ച തൗഹീദുമായി ബന്ധപ്പെട്ട് കാമ ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഷെയർ മുബാറക്ക് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണോ അല്ലേ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയും ഈ വഹാബിയായ അനസിനോട് അത് നടത്തേണ്ടതെല്ലാ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു തിരുശേഷിപ്പ് ലോകത്തെവിടെയും ഇല്ല എന്ന് വാദിക്കുന്ന നിങ്ങളോട് ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇവരുടെ അൽമനാറിൽ അങ്ങനെ ഒന്നില്ല എന്ന് പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ വഹാബികളാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസപ്രകാരം ലോകത്തൊന്നും എവിടെയില്ല എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇനി ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദമുണ്ടായിരുന്നല്ലോ, ആ വാദം എന്തുകൊണ്ട് അനസിന് തൊടാൻ ധൈര്യമില്ല? എന്താണ് വഹാബികൾ അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ എഴുതി വെക്കുന്നതാണ് തൗഹീദിൻ്റെ നിർവചനം. അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടും ദോഷം ഭയന്നുകൊണ്ടും ആരെ സമീപിച്ചാലും എന്തിനെ സമീപിച്ചാലും അത് അവക്കുള്ള ആരാധനയാവും. അത് ഷിർക്കാണല്ലോ. അതിനാൽ തൗഹീദിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കണം. അപ്പം അദൃശ്യ കാര്യങ്ങളിലൂടെ ഗുണം പ്രതീക്ഷിക്കുക, ദോഷം ഭയപ്പെടുക, ഇതാണ് ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും മാനദണ്ഡം എന്ന് ഇവർ പഠിപ്പിക്കണം. എന്നാൽ എന്താണ് അദൃശ്യം? അദൃശ്യം എന്നതിൻ്റെ ആശയം കാണാൻ കഴിയാത്തത് എന്നാണല്ലോ. എന്നാൽ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളുണ്ട്. അമീബ, ബാക്ടീരിയ, രോഗാണുക്കൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു. പക്ഷേ ഇവയൊന്നും ഗൈബിൽപ്പെട്ടതല്ല. കാരണം മനുഷ്യൻ നിർമ്മിച്ച സൂക്ഷ്മദർശനയിലൂടെ അവയെ കാണാൻ കഴിയും. അപ്പോൾ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതോ മനുഷ്യൻ്റെ അവൻ സൃഷ്ടിച്ചവൻ ഉണ്ടാക്കിയ ഉപകരണങ്ങളിലൂടെയും കാണാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കലും അങ്ങനെ ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കലൊക്കെ ഷിർക്കാണ്. ഇതല്ലേ അനസിൻ്റെ തൗഹീദ്? ഈ തൗഹീദ് പ്രകാരം ആരൊക്കെ മുശ്രിക്കാവും അനസേ? ഇത് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചക്കാണ് ഞാൻ വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ ഔദ്യോഗികമായ തൗഹീദിൻ്റെ നിർവചനമാണ്. താങ്കൾ മുന്നോട്ട് വെച്ച രണ്ടെണ്ണം ഞങ്ങൾ തള്ളി. ഒന്നും ഞങ്ങൾക്ക് വാദമില്ല. രണ്ടാമത്തത്, ആ വിഷയം ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളോട് സംസാരിക്കാൻ താങ്കൾ അതിന് യോഗ്യനുമല്ല. ആ വിഷയത്തിൽ താങ്കളോട് ആദ്യം സംസാരിക്കേണ്ടത് ലോകത്ത് ഷെയർ മുബാറക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് ചർച്ചയുണ്ട്. ആദ്യം തൗഹീദിൻ്റെ ഈ വിഷയത്തിൽ ചർച്ച കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച അതാണ്. അതിന് ഞങ്ങൾ തൗഹീദ് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള രേഖകൾ ഉദ്ധരിക്കും. നിങ്ങൾക്കതൊക്കെ തള്ളേണ്ടി വരും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്ത് ഈ നിലക്ക് മൗലവി കൂടുതൽ പാപ്പരായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കില്ലാത്ത വാദം നമ്മുടെ തലയിൽ അടിച്ചു കയറ്റുന്നു. അങ്ങനെ ഷെയർ മുബാറക്ക് ലോകത്തെവിടെയുമില്ല എന്ന് പൂർണ്ണമായും നിഷേധിക്കുന്ന മൗലവി ഞങ്ങളുടെ കയ്യിലുള്ള ഷെയർ മുബാറക്കുമായി സംവാദത്തിന് വരുന്നു.
എന്ത് വിരോധാഭാസം എന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ മൗലവി താങ്കളുടെ KNM പഠിപ്പിക്കുന്ന മദ്രസയിലെ പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിലെ തൗഹീദ് പ്രകാരം ആരൊക്കെ മുശ്രിക്കാണ്, ആരൊക്കെ മുവഹിദാണ്, ഈ തൗഹീദിന്റെ നിർവചനപ്രകാരം അനസ് മുശ്രിക്കാണോ, അനസ് മുവഹിദാണോ, KNMകാർ മുശ്രിക്കാണോ മുവഹിദാണോ, ഇത് തെളിയിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഇതാ നമ്മൾ പറയുന്നത്. ഇതിന് സംവാദത്തിന് വരൂ, ഓടി ഒളിക്കല്ലേ, സംവാദത്തിന് ഓടി ഒളിക്കല്ലേ. ഈ വിഷയത്തിൽ സംവാദത്തിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ തൗഹീദ് വെച്ചുകൊണ്ടുള്ള ഒരു സംവാദത്തിന് നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ അതിന് നിബന്ധന വെക്കുകയാണ്. ഞങ്ങൾക്കൊരിക്കലും ഇല്ലാത്ത വാദം, അതും കുരുവട്ടൂരിയൻ വ്യാജന്മാർ ഒരു തെളിവുമില്ലാതെ, ഒരു കിതാബും പഠിക്കാതെ, ദീനിനെക്കുറിച്ച് ഒന്നും അറിയാതെ തനി ജാഹിലീങ്ങളായ ആ വ്യാജന്മാർ പറയുന്ന വാദം ഞങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ തമ്മിലുള്ള ആ വ്യാജപ്പണിക്ക്, നിങ്ങൾ തമ്മിലുള്ള കൂട്ടിക്കൊടുപ്പിന് ഞങ്ങളും കൂടി കൂടെ നിന്ന് തരണം എന്നില്ലേ? അപ്പം കുരുവട്ടൂരിയൻ വ്യാജന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഈ വഹാബികളായ നിങ്ങളെ കുരുവട്ടൂരുകാരും സപ്പോർട്ട് ചെയ്യുന്നു. ഈ പുത്തൻവാദികൾ തമ്മിൽ എന്തൊരു പാരസ്പര്യമാണ്, എന്തൊരു സഹകരണമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ ഈ ഇസ്ലാമിൻ്റെ ഈ രണ്ട് ശത്രുക്കളും തമ്മിൽ എന്തൊരു ഐക്യമാണ് കാണുന്നത്. നിങ്ങളങ്ങനെ ഐക്യത്തിൽ പ്രവർത്തിച്ചോളൂ. പക്ഷേ സുന്നത്തി ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ നിങ്ങൾ രണ്ട് കക്ഷികൾ വന്നാലും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും, പ്രാമാണികമായി നേരിടും. അപ്പം നിങ്ങൾ പറയുന്ന ഈ തൗഹീദ് പ്രകാരം നിങ്ങൾ തന്നെ തൗഹീദിൻ്റെ പുറത്താണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് അല്ല എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ, ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ. നിങ്ങളുടെ അടിസ്ഥാനമാണ്, നിങ്ങൾ ആണിക്കല്ല ഞങ്ങളെ ഇളക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളെ കയ്യും കാലും പൂട്ടി നെഞ്ചി പിളർത്തി അതുപോലെ തലയോട്ടി പിളർക്കുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളെ ആശയം ഇവിടെ ചോർന്നു പോയിരിക്കുകയാണ്. നിങ്ങളെ ആശയത്തെ ഞങ്ങൾ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ നിങ്ങളെ ഓരോ മൂലയുമാരെയും അതത് കാലങ്ങളിൽ കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നു. അന്ന് പരാജയം ഏറ്റേറ്റ് വാങ്ങി, അതിൻ്റെ ഒരു പാരമ്പര്യമാണല്ലോ. സുന്നി പണ്ഡിതന്മാരുമായി സംവാദത്തിന് വന്ന മുഴുവൻ സംവാദത്തിലും പരാജയം ഏറ്റുവാങ്ങി. ആ ഒരു പാരമ്പര്യമാണല്ലോ. ആ പാരമ്പര്യം ഉറച്ചു നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങളെ മുമ്പിൽ വരാൻ മൗലവിക്ക് ധൈര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. ഞങ്ങളെ മുമ്പിൽ സംവാദത്തിന് വന്നില്ലെങ്കിലും നിങ്ങളെ തൗഹീദിൻ്റെ അപജയവും, ആ തൗഹീദ് പ്രകാരം അനസ് എങ്ങനെയാണ് മുശ്രിക്കാകുന്നത്, KNMകാരെങ്ങനെയാണ് മുശ്രിക്കാകുന്നത്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയും. അങ്ങനെ രക്ഷപ്പെടും എന്നൊന്നും കരുതേണ്ടതില്ല. ഞങ്ങളുടെ മുമ്പിൽ സംവാദത്തിന് വരാതെ ഏതെങ്കിലും ചില നിബന്ധനകൾ ഒരിക്കലും അത് പാലിക്കപ്പെടും എന്ന് ഒരു നിലക്കും പ്രതീക്ഷിക്കാത്ത ചില നിബന്ധനകൾ വെക്കുക, ഞങ്ങൾക്കില്ലാത്ത വാദം വെക്കുക, എന്നിട്ട് ആ വാദത്തിന് സംവാദം നടത്തിയാലേ ഞങ്ങൾ ആ സംവാദത്തിനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് സംവാദം നടക്കരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വന്ന് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് മൗലവി കരുതുന്നുണ്ടെങ്കിൽ അനസേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അതൊക്കെ താങ്കളുടെ മൂഢൻ വിശ്വാസമാണ്. താങ്കളുടെ ഈ വഹാബിസത്തിൻ്റെയും ആശയപാപ്പരിത്വം കൃത്യമായി ഞങ്ങളുടെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട. തൗഹീദിൽ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭയം എന്നത് വ്യക്തമായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഈ തൗഹീദ് അത് പ്രമാണവുമായിട്ട് കുറച്ചെങ്കിലും ബന്ധമുണ്ട് എന്ന ചെറിയ വിശ്വാസമെങ്കിലും മനസ്സിനുണ്ടെങ്കിൽ അനസ് ഈ വിഷയത്തിൽ സംവാദത്തിന് വരണം എന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. വഹാബിസം പിളർന്നു, ആശയപരമായി ചോർന്നുപോയി, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൊളിക്കാൻ വന്ന പുത്തൻവാദികളും കപടവിശ്വാസികളുമാണ് വഹാബികൾ. ആ വഹാബികൾ എന്നും കളവാണ് പറഞ്ഞിട്ടുള്ളത്. കളവിൻ്റെ മേലിൽ പടുത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വഹാബിസം എന്നത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.